നമസ്കാരം സുഹൃത്തുക്കളെ, വയനാടൻ യാത്രയിലാണെന്നറിയാമല്ലോ. ഞങ്ങൾ പറശ്ശിനിക്കടവിൽ നിന്നും പാൽച്ചുരം കയറിയാണ് വയനാട്ടിലെത്തിയത്. വന്ന വഴിക്ക് താമസിക്കാൻ ഞങ്ങൾ നോക്കിയ ഒരു റിസോർട്ടുണ്ടായിരുന്നു, ജംഗിൾ വ്യൂ റിസോർട്ട്. ആ റിസോർട്ടിൽ റൂമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു റിസോർട്ടിലേക്ക്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ വയനാട് ഡയറീസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ താമസിക്കുന്നത് 1921 എസ്റ്റേറ്റ് വില്ല എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിലാണ്. അതിൻ്റെ കെയർടേക്കർ ശ്രീജിത്ത് അവിടെ കാത്തുവെപ്പുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് 7-8 കിലോമീറ്റർ ദൂരത്തിലുള്ള ചുണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടീ എസ്റ്റേറ്റ്. ചേലോട്ട് ടീ എസ്റ്റേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അവരുടെ പഴയ 1921 പണിയെടുപ്പിച്ച ഒരു എസ്റ്റേറ്റ് വില്ലയാണിത്. ഈ വില്ലയിലാണ് ഇന്നത്തെ നമ്മളുടെ താമസം. അപ്പോൾ ഈ വില്ലയിലെ കാഴ്ചകളും അതുപോലെ ഈ വില്ലയ്ക്ക് ചുറ്റുമുള്ള പ്രഭാതവും എല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഞങ്ങളൊന്ന് സെറ്റിലാവട്ടെ. സമയം 8 മണിയോടായി. അതുകൊണ്ട് ഞങ്ങൾ ഡിന്നറൊക്കെ ഓർഡർ ചെയ്ത് ഡിന്നറൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് രാവിലെ നമുക്ക് കാഴ്ചകൾ കാണാം. അങ്ങനെ നേരം വെളുത്തു. രാത്രിയിൽ വേറെ കുറേ ഗസ്റ്റുകൾ കൂടെ വന്നിട്ടുള്ളതായിട്ട് ഇവിടെ വണ്ടികൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം. ദൂരെ കാണുന്നതാണ് ടീ ഫാക്ടറി. ഇവിടെ ഈ വില്ല കൂടാതെ ഈ എ ഫ്രെയിമിലുള്ള കുറച്ച് റൂമുകളും കൂടിയുണ്ട് കേട്ടോ, ഹട്ടുകൾ കൂടെയുണ്ട്. ഞങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് ഈ വില്ലയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ 2300 രൂപയാണ് 4 പേർക്ക് കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ബെഡും 1 ബാത്റൂമുള്ള സൗകര്യം ഇതിനകത്ത് ചാർജ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പുറത്ത് ടീ എസ്റ്റേറ്റിൽ ഏതാണ്ട് 1000 ഏക്കറിൽ വിസ്തൃതിയിൽ കിടക്കുന്ന ടീ എസ്റ്റേറ്റാണ് ഇത് കേട്ടോ. ഇത് ജെസ്യൂട്ട് ഫാദേഴ്സ് ഓഫ് ദി ഡയോസിസ് ഓഫ് കാലിക്കറ്റ് അവരുടെ എസ്റ്റേറ്റാണ്. ഇത് 1921 മറ്റോ ആണ് ഇത് ഈ എസ്റ്റേറ്റ് ഇങ്ങനെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത് 1921 എസ്റ്റേറ്റ് വില്ല എന്ന് പേര് വന്നത്. കാശ്മീരിലൊക്കെ കാണുന്ന പോലെ ചെറിയ മിസ്റ്റും അത്യാവശ്യം തണുപ്പുമൊക്കെ ഉണ്ട്. അതുപോലെ ഉള്ള നല്ല ഒരു അന്തരീക്ഷമാണ്, നല്ല സുഖകരമായിട്ട് നടക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണ്. ഇവർ ജീപ്പിൽ ഓഫ് റോഡിനുള്ള സൗകര്യങ്ങളുമൊക്കെ ചെയ്തു തരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. എന്താണേലും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ഒന്ന് നടക്കാൻ, നല്ല ശുദ്ധവായു ശ്വസിച്ച് നല്ല പ്രദേശത്തൂടെ നമുക്ക് പ്രഭാത സൂര്യനെയൊക്കെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. എന്തും മനോഹരമാണല്ലേ. ഇവിടെ കാറ്റാടിക്കുന്നെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കാറ്റാടിക്കുന്നെന്നാണ് പറയുന്നത്. ഇവിടെ ചെറിയ വന്യമൃഗ ശല്യമൊക്കെ ഉള്ള ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് നടക്കാനായിട്ട്. അങ്ങനെ
തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ തേയില നിൽക്കുന്ന മലകളുടെ ഇടയിലൂടെ നമ്മൾ സൂര്യനെ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ്. വാവ്, എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഞാൻ നോക്കിയിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാഴ്ചകളിലൊന്നാണ് ഈ പച്ചപ്പിൻ്റെ ഇടയിലൂടെ, മഞ്ഞിൻ്റെ ഇടയിലൂടെയുള്ള സൂര്യനെ കാണുക എന്ന് പറയുന്നത്, ചുവന്ന സൂര്യനെ കാണുക എന്ന് പറയുന്നത്. മഞ്ഞും മരങ്ങളും മലകളും പച്ചപ്പും എല്ലാം കൂടെ നമ്മുടെ മനസ്സിന് വളരെയധികം ശാന്തിയും സമാധാനവും തരുന്ന ഒരു അന്തരീക്ഷം തന്നെയാണിത്. ഇനി ഞാൻ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ എഴുന്നേറ്റ് രാവിലെ കട്ടൻ ചായയൊക്കെ കുടിക്കുന്നുണ്ടാവും. നമുക്കും പോയി ഒരു കട്ടനൊക്കെ കുടിച്ച് വേണം നമുക്ക് 8:30-9 മണിയോടുകൂടി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാനായിട്ട്. ആഹാ, അതാ 2 പേരിന്ന് കട്ടൻ ചായ കുടിക്കുന്നു. നമുക്കും പങ്കെടുത്തേക്കാം അല്ലേ? ഇനി ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ഥലങ്ങളിലൂടെ കണ്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട് അവിടെ പോകാനായിട്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വയനാട്ടിൽ താമസിക്കാൻ പറ്റിയ ഒരു റിസോർട്ടാണിത്. പഴയ ഈ വില്ലയിൽ താമസിക്കുന്ന അതിൻ്റെ ഒരു രസം വേറെയുണ്ട്. നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വരുന്ന ഒരു കെട്ടിടവും കൂടെയാണിത്. ചുണ്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൽപ്പറ്റയിൽ നിന്നും 8 കിലോമീറ്റർ ചുണ്ടയിൽ, അതിൽ ചേലോട്ട് ടീ എസ്റ്റേറ്റിലാണ് ഈ വില്ല ഇരിക്കുന്നത്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ എ-ഫ്രെയിം കോട്ടേജസും ഉണ്ട്. അതുപോലെ ഗസ്റ്റിന് ഓഫ് റോഡ് സംവിധാനങ്ങൾ, അതുപോലെ ടീ ഫാക്ടറി വിസിറ്റ്, ഇവയൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യും. ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വയനാട് ഡയറീസിൻ്റെ ഈ യാത്ര പോകുന്നത് നമ്മുടെയൊക്കെ വേദനയായി മാറിയ ചുണ്ടക്കൈ ചൂരൽമല കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.